Iranian media has been questioning the whereabouts of Netanyahu ever since the Iran Revolutionary Guard Corps claimed that the Israeli Prime Minister may have been killed or wounded in a missile strike on March 2, Israeli newspaper The Jerusalem Post reported. മാർച്ച് മാസം 2-ാം തീയതി ടെല്ലവീവിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ പുറത്തിറക്കിയ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കേട്ടത്. ആദ്യ സമയങ്ങളിലെല്ലാം പ്രാദേശിക തലത്തിലായിരുന്നു ഈ കാര്യങ്ങൾ പ്രചരിച്ചിരുന്നത്. ഇന്നിത് അന്തർദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള റിപ്പോർട്ടായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം സംഭവം ഉണ്ടാകുന്ന സമയത്ത് അത് ഒതുക്കി തീർക്കുക, അതായത് ഈ രഹസ്യം പുറത്ത് തൽക്കാലത്തേക്ക് പറയാതിരിക്കുക, ഈ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ളതാണ്. പല രാജ്യങ്ങളും ചെയ്യാറുണ്ട്. ഇസ്രായേലും അമേരിക്കയും ആവുന്ന സമയത്ത് കുറച്ചുകൂടി കഠിനമായിട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ആ രീതിയിൽ മാർച്ച് 2-ാം തീയതി കൊല്ലപ്പെട്ട ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ വിവരങ്ങൾ പുറത്ത് പറയാതിരിക്കുകയാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇറാൻ റവല്യൂഷണറി കോർപ്പ് പുറത്ത് വിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു ആധികാരികത ഇപ്പോഴും കൃത്യമായ രീതിയിൽ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇത്തരം ഒരു സംശയം യഥാർത്ഥത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സഹോദരൻ കൊല്ലപ്പെട്ടതായി ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറാൻ മാത്രമാണ് യുദ്ധം ചെയ്യുന്നത്. അമേരിക്കയും ഇസ്രായേലും അത് അനുഭവിക്കുന്നു എന്ന് മാത്രം. എങ്ങനെയായിരുന്നു ഗസയിൽ ഇസ്രായേൽ ചെയ്തിരുന്നത് അതേ പ്രവർത്തനം ഇസ്രായേലിൻ്റെ അകത്ത് ഇപ്പോൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലാണ്. എല്ലാവിധ പ്രതിരോധ സംവിധാനം തകർന്നിരിക്കുന്നു. തിരിച്ചടിക്ക് യാതൊരുവിധ ധൈര്യവുമില്ലാത്ത ഒരവസ്ഥ വരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 100 ഇസ്രായേൽ സൈനികരോ അതല്ലെങ്കിൽ അതിൽ കൂടുതലോ ഇറാൻ്റെ കൈവശത്തിലുണ്ട്, ഇറാൻ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 100-ലധികം ഇസ്രായേൽ സൈനികർ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിൽ ലെബനാനിലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ലെബനാനിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ നടത്തിയത്. ഏകദേശം 500ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ലെബനാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊരു യാഥാർത്ഥ്യമായിരിക്കും. കാര്യം അറേബ്യൻ രാജ്യങ്ങൾ ഇത്തരം വിഷയം ഉണ്ടാകുന്ന സമയത്ത് അവർ സത്യസന്ധമായ രീതിയിൽ ആദ്യം തന്നെ വേറെ റിപ്പോർട്ട് പുറത്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംശയം ഉണ്ടാവാറില്ല. ഇസ്രായേലും അമേരിക്കയുമാണ് രഹസ്യങ്ങൾ ഈ പുറത്ത് വിടാതിരിക്കുക, അല്ലെങ്കിൽ സംഭവങ്ങൾ പുറത്ത് വിടാതിരിക്കുക, അങ്ങനെ വല്ലാത്ത രീതിയിൽ ഒരു ആകാംക്ഷയിൽ ജനങ്ങൾ നിർത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവർ മാത്രമാണ്. അവരുടെ ടാങ്കുകൾ ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ടാങ്കുകൾ തകർക്കുകയും പിടികൂടപ്പെടുകയും അതിലെ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇറാൻ്റെ അകത്ത് നുഴഞ്ഞു കയറുകയോ അല്ലെങ്കിൽ പാരച്യൂട്ടിലോ ഇറങ്ങിയിരിക്കുന്ന ഇസ്രായേൽ സൈനികരെ പിടിച്ചിട്ടുണ്ട്. പിന്നീട് ഏകദേശം 200ഓളം അമേരിക്കൻ സൈനികരെയും ഇറാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള സൈനികർ ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളത് ഇസ്രായേലിൻ്റെ സൈനികർക്കും അമേരിക്കൻ സൈനികർക്കും വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ മാനസികമായി അവർ വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇതിനാൽ അനുഭവിക്കുന്നു. പല സൈനികരും പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള വീഡിയോകളൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങുന്നു. ഞങ്ങൾ ഇതിലേക്ക് വലിച്ചേക്കപ്പെട്ടതാണ്, ഞങ്ങൾ തിരിച്ചു വിളിക്കണം, ഞങ്ങൾക്ക് ജീവിതമാണ് വേണ്ടത്, ഇവിടെ നിന്ന് ഒരിക്കലും ഇറാനെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അസാധ്യമായിരിക്കുന്ന ഒരു പ്രവൃത്തിക്കാണ് ഞങ്ങളുടെ ജീവൻ ബലിയർക്കേണ്ട ഒരു സ്ഥിതി വരുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാരെ കാണുന്നില്ല. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന വീഡിയോകൾ ഇസ്രായേലിൻ്റേതും അമേരിക്കയുടേതും അവർ പൗരന്മാർ പറയുന്നത് ഇപ്പോൾ പുറത്തിറങ്ങിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിനകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരവും സർക്കാരിനെതിരെ നടക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു യുദ്ധം വലിച്ചയച്ച് ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ ബലി കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായിരിക്കുന്ന 100 ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പോലും പറയപ്പെടുന്നു. അത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ വളരെ കൃത്യതയോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അതിൻ്റെ സാമ്രാജ്യവും അത് എവിടെയൊക്കെ സ്ഥാപിക്കണം, എങ്ങനെ സ്ഥാപിക്കണം, അത് ലെബനാൻ്റെ എത്ര ഭൂമിയുണ്ട്, സിറിയയിൽ എത്ര ഉണ്ട്, ജോർദാനിൽ എത്ര ഉണ്ട്, ഈജിപ്തിൽ എത്ര ഉണ്ട്, സൗദി അറേബ്യയിൽ എത്ര ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിരിക്കും ഒരു ക്ലാസ് തന്നെ UN സഭയിൽ കുറേ ആൾക്കാർ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും പ്ലേ കാർഡ് പിടിച്ചുകൊണ്ട് അതിൻ്റെ കൃത്യമായിരിക്കുന്ന ഒരു മാപ്പ് ലൈൻ പിടിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത് പറഞ്ഞിട്ടുണ്ട്. വല്ലാതെ ഞങ്ങൾ ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കുമെന്നുള്ളതും മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് എന്നെ ദൈവം അതിന് നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദൈവം നേരിട്ട് ഏൽപ്പിക്കപ്പെട്ടത് എന്ന് പോലും അദ്ദേഹം പറയുന്നു എന്ന് ചുരുക്കം.
അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി ഇസ്രായേൽ എന്താണെന്നുള്ളതും അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ തോക്കിൻ്റെ മുന എത്തപ്പെടാത്ത ഒരു പ്രദേശം പോലും അറേബ്യൻ രാജ്യങ്ങളിലോ ഇസ്രായേലിൻ്റെ ദേശത്തിലോ ഇല്ല എന്ന് പോലും അവിടെ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി സംസാരിച്ചത്. ഇപ്പോൾ എന്നാൽ അതിനുശേഷം ഈ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ആക്രമണം തുടങ്ങി. ഇസ്രായേൽ അമേരിക്ക സംയുക്തമായി ആക്രമിച്ചു. ഇറാൻ്റെ സുപ്രീം ലീഡറെ കൊലപ്പെടുത്തിയതോടുകൂടി യുദ്ധത്തിൻ്റെ ഗതികൾക്കും അവസ്ഥകൾക്കും വലിയ മാറ്റങ്ങൾ വന്നു. ഇനി നമ്മൾക്ക് രക്ഷയില്ല. ശത്രുവിനെ കീഴ്പ്പെടുത്താതെ നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറയെ പോലും അത് സാരമായിട്ട് ബാധിക്കും. അതിനാൽ യുദ്ധത്തിന് തയ്യാറാവുക എന്നായിരുന്നു അന്ന് ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ ആഹ്വാനം. അതോടൊപ്പം തന്നെ സുപ്രീം ലീഡറുടെ ആഹ്വാനം. സുപ്രീം ലീഡറെ കൊലപ്പെടുത്തിയതോടുകൂടി പിന്നീട് ആ റൂട്ട് രീതികൾക്കൊക്കെ മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളുടെ മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭീകരമായിരിക്കുന്ന യുദ്ധം എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെൽ-അവീവ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷയും പ്രതിരോധ സന്നാഹവും ഇസ്രായേൽ സൃഷ്ടിച്ചെടുക്കുന്ന അമേരിക്കയുടെ സഹായത്തോടുകൂടി അമേരിക്ക അതിലൊക്കെ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 27-28 കൂടിയിട്ട് ഏറെക്കുറെ ആ മേഖലയിലുള്ള പ്രതിരോധ സംവിധാനം തകർന്നു പോയിട്ടുണ്ട്. പിന്നീട് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം അതിൻ്റെ സ്ഥാനങ്ങൾ പോലും പെയ്തെറിഞ്ഞിട്ടുണ്ട് ഇറാൻ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ഈ ബങ്കർ ബസ്റ്റർ എവിടെയെങ്കിലും സ്ഥാപിക്കണമല്ലോ, ഈ അയൺ ഡോം എവിടെയെങ്കിലും സ്ഥാപിക്കണമല്ലോ. സ്ഥാപിക്കാനുള്ള പ്രത്യേകമായിരിക്കുന്ന സ്ഥലം പോലും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രതിരോധങ്ങളൊന്നുമില്ലാതെ ഇറാൻ വിടുന്ന മിസൈൽ, അത് ആദ്യം അവർ പറയുകയും ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ആദ്യ ഘട്ടത്തിൽ വളരെ ലളിതമായിട്ടാണ് തുടങ്ങുക, മധ്യഘട്ടത്തിലാകുന്ന സമയത്ത് ഞങ്ങളത് കഠിനമാക്കും, അവസാന ഘട്ടത്തിൽ അത് പ്രതിരോധം തകരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും പിന്നീട് യുദ്ധം ഞങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇപ്പോൾ അങ്ങനെയാണുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് കുറേ നിർദ്ദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, യുദ്ധത്തിന് തയ്യാറാണ് എന്നുള്ളത്. ഇറാൻ അതിന് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളത്. ഇറാൻ പറഞ്ഞിരിക്കുന്ന മറുപടി, ഞങ്ങൾ യുദ്ധം ആരംഭിക്കാനാണ് തയ്യാർ, അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ദീർഘകാല യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ്, യുദ്ധത്തിന് വരൂ എന്നൊരു ക്ഷണക്കത്ത് കൂടി അമേരിക്കക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. പ്രതീക്ഷിക്കുന്ന തരത്തിലൊന്നുമല്ല സംഭവങ്ങൾ വരുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം ഇറാൻ നടത്തുന്നു. ഇറാൻ അതിന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ കിട്ടുന്നു. മറ്റു ലോക രാജ്യങ്ങൾ ഇറാനെ സഹായിക്കുന്നു. ഇറാൻ അവിടെ നിലനിൽക്കുക എന്നുള്ളത് ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ കപ്പൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെയും ചൈനയുടെയും ആവശ്യമാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള സഹായം അവർ ദീർഘദൃഷ്ടിയോടുകൂടി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പറഞ്ഞത് മാർച്ച് 2-ാം തീയതിയാണ് അതിശക്തമായിരിക്കുന്ന ആക്രമണം. 65 മിസൈലെങ്കിലും അന്ന് അവിടെ വീണ് പൊട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 6-7 മിസൈൽ മാത്രമാണ് യഥാർത്ഥത്തിൽ പൊട്ടാതിരുന്നത്, അതല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ബാക്കിയെല്ലാം വീണുടഞ്ഞ് പൊട്ടിച്ചെതറിക്കൊണ്ട് ബിൽഡിങ്ങും മനുഷ്യരും അല്ലാത്തതും എല്ലാം ചെതറിത്തെറിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യത്യസ്തമായിരിക്കുന്ന വീഡിയോ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഗാസ ഏതാണ്, ഈ ജെറുസലേം ഏതാണ് എന്ന് മനസ്സിലാകാൻ പറ്റാത്ത വിധം, തെൽ-അവീവ് ഏതാണ്, ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധം തുല്യമായ രീതിയിലാണ് തകർച്ച. 100 കണക്കിന് ബോംബുകൾ ഇട്ടുകൊണ്ടാണ് ഗസയെ തകർത്തത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ഇസ്രായേലിനെ ഇറാൻ തകർക്കുന്നത് അത്ര 100 കണക്കിന് ഈ ബോംബുകളൊന്നുമില്ല. 5-6 മിസൈലുകൾ, അല്ലെ 5-10 മിസൈലുകൾ ലക്ഷ്യം കണ്ടുകൊണ്ട് ഹൈപ്പർസോണിക് മിസൈൽ അടക്കം ഇട്ടുകൊണ്ട് അവിടെ പൊടിച്ചെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ 2-ാം തീയതിക്ക് ശേഷം പിന്നീട് നെതന്യാഹു രംഗപ്രവേശനം ചെയ്തിട്ടില്ല, പരസ്യമായി വന്നിട്ടില്ല എന്നുള്ളത്. മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഏകദേശം ഈ യുദ്ധത്തിനൊരു ശാന്തത ഉണ്ടാവുന്നതിന് മുൻപ് അത് ഇസ്രായേൽ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇനി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടേണ്ടതാണ്, അത് പ്രത്യക്ഷപ്പെടുന്നില്ല. അപ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോക രാഷ്ട്രീയത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ഹീറോയിസമാണ്. ഇറാനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ലോകം ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നത്. അമേരിക്ക എന്ന് പറയുന്ന ഒരു വൻ പടുവൃക്ഷത്തെ നിസ്സാരമായ രീതിയിൽ തകർത്തെറിഞ്ഞു എന്നുള്ള യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അപൂർവമായിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇറാൻ ഉപയോഗിച്ചത്. ഇറാൻ ഉപയോഗിച്ചൊക്കെ മിസൈലുകൾ തന്നെയാണ്. മിസൈലിൻ്റെ കൂമ്പാരങ്ങളുടെ കട്ടയിച്ചിരിക്കുന്നു ഞങ്ങൾ
ഇനി തടയാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി 4 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചു. അത് യാഥാർത്ഥ്യമായിരുന്നു. പിന്നീട് ഒരിക്കലും അത് പൂട്ടേണ്ടി വന്നിട്ടില്ല. ഇസ്രായേലാണെങ്കിൽ അത് തടുക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഈ വിഷയം എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു രാഷ്ട്രീയത്തിന് ഒരു വലിയ മാറ്റം ഇസ്രായേലിനകത്തുണ്ടാവും. കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഇറാനെതിരെ ശബ്ദിക്കാൻ പറ്റാത്ത വിധമുള്ളൊരു സാഹചര്യങ്ങൾ അവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിനെ സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ മാത്രമല്ല തങ്ങളെ ആക്രമിക്കും, തങ്ങളുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും വല്ലാത്ത പ്രയാസം ഉണ്ട് എന്നുള്ള പല ഘട്ടങ്ങളിലും ഇസ്രായേലിൻ്റെ മന്ത്രിമാർ തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്യാബിനറ്റ് മന്ത്രിമാർക്കോ സൈനിക മേധാവികൾക്കോ യഥാർത്ഥത്തിൽ ഈ ജെറുസലേം നഗരത്തിലൂടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും നഗരങ്ങളിലൂടെയോ ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധം അവരുടെ ജീവിത രഹസ്യങ്ങൾ അപ്പാടെ ഇറാൻ ചോർത്തിയെടുക്കുകയും അതിനു നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്ന രീതി ഇറാൻ പതിവാക്കിയിരിക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ വലിയ പ്രയാസത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ പറയുന്നത് എന്ന് ചുരുക്കം. യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കൃത്യമായി മനസ്സിലാക്കാത്തതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നത്. അത് ജനങ്ങൾ മൊത്തത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. ഒരു ഇസ്രായേൽ ഗവൺമെൻറ് മാത്രമല്ല അവിടുത്തെ പ്രയാസം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് ആർക്കും സുരക്ഷിതമില്ലാത്ത ഒരു ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥയും ഒരു പ്രയാസവും യഥാർത്ഥത്തിൽ പുഞ്ചിരിക്കുന്നവരെ കാണാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ചില പത്രങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. പല പ്രദേശങ്ങളും സഞ്ചരിച്ച അനുഭവ സമ്പത്തുള്ള പത്രക്കാർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ചിരിക്കുന്ന മുഖങ്ങൾ കാണാത്ത ഒരു സാഹചര്യം ഇസ്രായേലിൻ്റെ അകത്ത് തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ശക്തമായിരിക്കുന്ന ആക്രമണ